നടപ്പു സാമ്പത്തിക വർഷത്തെ രണ്ടാം ധനനയത്തിൽ പലിശ നിരക്ക് മാറ്റാതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. ഭവന വാഹന വായ്പാ പലിശ നിരക്കിലും പ്രതിമാസ തവണകളിലും മാറ്റമുണ്ടായേക്കില്ല. നയപ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരികളിൽ ഉണർവുണ്ടായി. രാജ്യം സാമ്പത്തികമായി സ്ഥിരത പുലർത്തുന്നുവെന്ന് RBI വ്യക്തമാക്കി. ക്രിസ്റ്റീന ചെറിയാൻ ഫൈനാൻഷ്യൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ക്രിസ്റ്റീന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് വേണു. ഏതായാലും ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി വളരെ സുസ്ഥിരമാണ്, ഭയപ്പെടാനോ ആശങ്കപ്പെടാനോ ഒന്നുമില്ല എന്ന് പറഞ്ഞാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ധനനയ പ്രഖ്യാപനം ആരംഭിച്ചത്. അതേസമയം തന്നെ രാജ്യാന്തര സാമ്പത്തിക ഘടകങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടുകൂടി ഇതൊക്കെ നിരീക്ഷിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ധനനയ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിസ്ഥാന പലിശ നിരക്ക് തുടർച്ചയായ 8ാം തവണയും മാറ്റാതെ തന്നെയാണ് റിസർവ് ബാങ്ക് ഇന്ന് ധനനയ പ്രഖ്യാപനം നടത്തിയത്. വീണ്ടും 6.5% റിപ്പോ നിരക്ക് നിലനിൽക്കുന്നു. 2023 ഫെബ്രുവരി 8-നാണ് അവസാനമായി റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഭവന വാഹന വായ്പകൾ, ഈ പലിശ നിരക്കിനെ അധിഷ്ഠിതമായിട്ടുള്ള ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് കുറയാനുള്ള ഒരു സാധ്യത ഇല്ല. അത് സ്ഥിരമായി ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇനി അത് ഈ പലിശ നിരക്ക് അടിസ്ഥാനമാക്കി അതേപോലെ തന്നെ നിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മുടെ GDP പ്രവചനം 7% നിന്ന് 7.2% ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വിലക്കയറ്റം രാജ്യത്ത് ഒരു ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് ഭക്ഷ്യവിലക്കയറ്റം. ഈ ഭക്ഷ്യവിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് RBIയുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരും. അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് വീണ്ടും സ്ഥിരമായി നിർത്താനുള്ളൊരു സാധ്യത. പക്ഷേ ഫെഡറൽ റിസർവിന്റെ നീക്കങ്ങൾ കൃത്യമായി RBI നിരീക്ഷിക്കും. ഫെഡറൽ റിസർവിന്റെ നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ മൺസൂണിലെ മാറ്റങ്ങൾ, അത് കർഷകരെ എങ്ങനെ ബാധിക്കും, കാർഷിക വിപണിയെ എങ്ങനെ ബാധിക്കും, ഇതൊക്കെ അധിഷ്ഠിതമായി അടുത്ത നിരക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറഞ്ഞത്. വേണു, ശരി. പലിശ നിരക്ക് മാറ്റാതെ RBI. ക്രിസ്റ്റീന ചെറിയാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.